Hello everyone, welcome back to my YouTube channel. In this video, we will explain how Tally is used to work with ledgers. അപ്പോൾ എങ്ങനെ ledgers ക്രിയേറ്റ് ചെയ്യാമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ledger ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what is ledger? A group of account is known as ledger. By default, two ledgers accounts are already created by Tally. അപ്പോൾ ടാലിയിൽ നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ടാലിയിൽ ഡീഫോൾട്ടായിട്ട് 2 ലെഡ്ജേഴ്സ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാഷ് ആണ്, അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, ഡയറക്റ്റ് പ്രൈമറി അക്കൗണ്ട് ആണത്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒഴികെയുള്ള മറ്റെല്ലാ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സ്ക്രീനിൽ കാണുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ടാലി ഡിസ്പ്ലേ ട്രയൽ ബാലൻസ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിലൂടെ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ടാലി ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കമ്പനി ക്രിയേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കമ്പനി ക്രിയേഷൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ സ്റ്റാർട്ടപ്പ് മെനുവിൽ നമ്മൾ ആദ്യം വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി സ്ക്രീൻ കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് കമ്പനി ഇൻഫോ മെനു ആണ്. സോ ബട്ടൺ ബാറിലെ F3 ഫംഗ്ഷൻ കീ ക്ലിക്ക് ചെയ്യുക, കമ്പനി ഇൻഫോ. അപ്പോൾ കമ്പനി ഇൻഫോ മെനു അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. കമ്പനി ഇൻഫോ മെനുവിൽ ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു സ്ക്രീൻ ഇവിടെ അപ്പിയർ ചെയ്തതായി കാണാം. കമ്പനിയുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ കമ്പനി നെയിം ഞാനിവിടെ ക്വസ്റ്റ്യൻ പ്രകാരം റാഷിസ് കമ്പനി എന്ന് കൊടുത്തു. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ളത് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം ആണ്. 1 ജാനുവരി 2020 ആണ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. സോ ഞാനത് അവിടെ കൊടുത്തു. ദെൻ ബുക്സ് ബിഗിനിങ് ഫ്രം 1 ജാനുവരി 2020 തന്നെ കൊടുത്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എൻ്റർ കീയോ അല്ലെങ്കിൽ ആരോ കീ യൂസ് ചെയ്യാം. ദെൻ ആക്സെപ്റ്റ് യെസ് ഓർ നോ, അതിൽ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് പീരീഡ് ആണ്. അതിനായി ബട്ടൺ ബാറിലെ ഫംഗ്ഷൻ കീ F2 ക്ലിക്ക് ചെയ്യുക. പീരീഡ് ചേഞ്ച് ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം പീരീഡ് എന്ന് പറയുന്നത് 1 ജാനുവരി 2020 ടു 31 ഡിസംബർ 2020 ആണ്. ദെൻ അതിനുശേഷം എൻ്റർ അടിക്കാം. സോ ഇവിടെ കറൻറ്റ് പീരീഡ് ചേഞ്ച് ചെയ്തതായി ഇപ്പോൾ നമുക്ക് കാണാം. 1 ജാനുവരി 2020 ടു 31 ഡിസംബർ 2020. ദെൻ തേർഡ് സ്റ്റെപ്പ് ലെഡ്ജർ ക്രിയേഷൻ ആണ്. ലെഡ്ജർ ക്രിയേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ഗേറ്റ് വേ ഓഫ് ടാലി മെനുവിലാണ്. ഇവിടെ കമ്പനി ഇൻഫോ മെനു ആണ് കാണുന്നത്. സോ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് കീ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി ഇപ്പോൾ മെനു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലി മെനുവിലെ അക്കൗണ്ട് ഇൻഫോയിൽ ലെഡ്ജർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലെഡ്ജർ മെനു അപ്പിയർ ചെയ്തതായി കാണാം. ഇവിടെ നമുക്ക് സിംഗിൾ ലെഡ്ജർ ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെഡ്ജർ ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ മൾട്ടിപ്പിൾ ലെഡ്ജർ ഓപ്ഷനിൽ ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയൊരു സ്ക്രീൻ അപ്പിയർ ചെയ്തതായി കാണാം. മൾട്ടി ലെഡ്ജർ ക്രിയേഷൻ ഓപ്ഷനാണ് ഈ സ്ക്രീൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് കാണുന്നത് അണ്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്ത ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യാം. അണ്ടർ ഗ്രൂപ്പ്സിൽ ഓൾ ഐറ്റംസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അണ്ടർ ഗ്രൂപ്പിന് നേരെ ഓൾ ഐറ്റംസ് എന്ന് വന്നത് കാണാം. ഇനി നമ്മൾ ഓരോ ലെഡ്ജർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മിസ്റ്റർ റാഷിദ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റോക്ക്, മെഷീനറി ആൻഡ് ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. സോ മിസ്റ്റർ റാഷിദ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു സ്റ്റോക്ക് ടു മെഷീനറി ടു ബിൽഡിംഗ് എന്നാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതൊക്കെ ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം? റാഷിദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റഡ് ആണ്. സ്റ്റോക്ക് ലെഡ്ജർ, മെഷീനറി ആൻഡ് ബിൽഡിംഗ് ലെഡ്ജർ, ഇത്രയും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ലെഡ്ജർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നെയിം ഓഫ് ലെഡ്ജർ റാഷിദ്സ് ക്യാപിറ്റൽ ആണ്. അതിനുശേഷം എൻ്റർ അടിക്കാം. ദെൻ നെക്സ്റ്റ് കോളം അണ്ടർ ഏത് ഗ്രൂപ്പിലെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് റാഷിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ്. ദെൻ എൻ്റർ അടിക്കുക. ഓപ്പണിംഗ് ബാലൻസ് നമ്മളിവിടെ കൊടുക്കേണ്ടതില്ല. എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ ബുക്സ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് ലെഡ്ജർ സ്റ്റോക്കാണ്. സ്റ്റോക്ക് അണ്ടർ കറൻറ്റ് അസറ്റ് ആണ്. നെക്സ്റ്റ് മെഷീനറി ബിൽഡിംഗ് ആണ്.
അണ്ടർ ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പിലാണത് വരുന്നത്. സോ ഞാനതിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹50,000 ആണ്. സോ ക്യാഷ് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. പർച്ചേസ് ലെഡ്ജർ മാത്രം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ നെയിം ഓഫ് ലെഡ്ജർ എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് ലെഡ്ജർ വരുന്നത് അണ്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സ് ആണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സമീർ, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. സോ പർച്ചേസ് ലെഡ്ജർ വേണം. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സമീർ എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ സമീർ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം. ഓപ്പൺഡ് SB അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ₹50,000. സോ SB അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ ക്യാഷ് ആണ് വരുന്നത്. ക്യാഷ് ഡീഫോൾട്ടായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു ഡയാന. സോ സെയിൽസ് ലെഡ്ജറും തയ്യാറാക്കണം. ഡയാന സൺട്രി ഡെപ്റ്റർ ലെഡ്ജറും തയ്യാറാക്കണം. നെക്സ്റ്റ് വിഡ്രോ ₹400 ഫോർ പേഴ്സണൽ പർപ്പസ്. സോ ഡ്രോയിങ് അക്കൗണ്ട് ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് പെയ്ഡ് ചെക്ക് ടു സമീർ ₹29,500 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് സമീർ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അവിടെ സെറ്റിൽമെൻറ്റ് 29,500 ആണ്. പക്ഷെ നമ്മൾ സമീറിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ 30,000 ആണ് എമൗണ്ട് കാണിച്ചിട്ടുള്ളത്. സോ 500 എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ലെഡ്ജറും ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് റിസീവ്ഡ് ഫ്രം ഡയാന ₹7,250 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ 7,500ൻ്റെ ട്രാൻസാക്ഷനാണ് നടന്നത്. 7,250 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ അതിനർത്ഥം ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്ന ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വിഡ്രൂ ഫ്രം ബാങ്ക് ആണ്. ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഡിഫോൾട്ട് ക്രിയേറ്റഡ് ആണ്. ദെൻ സോൾഡ് ഗുഡ്സ് റുപ്പീസ് ആണ് തന്നിട്ടുള്ളത്. സോ ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെയ്ഡ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ ഇൻഷുറൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് ഡിഫോൾട്ട് ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. സോ ഇവിടെ ഞാൻ ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സമീർ എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ലെഡ്ജർ SBI അക്കൗണ്ട് ആണ്. അണ്ടർ ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത്. ദെൻ അതിനുശേഷം എൻട്രി അടിക്കുക. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടതില്ല. ദെൻ സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് അണ്ടർ സെയിൽസ് അക്കൗണ്ട്സ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഡയാന. ഡയാന അണ്ടർ സൺട്രി ഡെപ്റ്റർ ആണ്. ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ ഡയാന സൺട്രി ഡെപ്റ്റർ. ദെൻ ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് അണ്ടർ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഷുറൻസ് പെയ്ഡ് ആണ്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ലെഡ്ജേഴ്സും അതിൻ്റെ ഗ്രൂപ്പ്സും ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ആക്സെപ്റ്റ് യെസ് ഓർ നോ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ലെഡ്ജർ മെനു ആണ്. മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സിൽ നമുക്ക് ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിസ്പ്ലേ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. സോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. സോ ബാങ്ക് അക്കൗണ്ട് നമ്മൾ SB അക്കൗണ്ടാണ് ലെഡ്ജർ കൊടുത്തിട്ടുള്ളത്. സോ SB അക്കൗണ്ട് നെയിം ഓഫ് ലെഡ്ജർ അണ്ടർ ബാങ്ക് ഗ്രൂപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലെഡ്ജറും ഇതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. സോ ഫിക്സഡ് അസറ്റിൽ ബിൽഡിംഗ് മെഷീനറി ഈ 2 ഐറ്റംസ് ആണ് അണ്ടർ ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലെഡ്ജർ വേണമെങ്കിലും നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വ്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ ഏതെങ്കിലും ലെഡ്ജറിൽ നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ലെഡ്ജർ ഓപ്ഷനിൽ ഓൾട്ടർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഓൾ ഐറ്റംസിന് താഴെ എല്ലാ ടൈപ്പ് ഓഫ് ലെഡ്ജറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതിൽ നിന്ന് ഏത് ലെഡ്ജറാണോ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തേണ്ടത് ആ ലെഡ്ജർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നെയിം ഓഫ് ലെഡ്ജറിൽ ഡ്രോയിങ് അതുപോലെ തന്നെ റഷ്യസ് ക്യാപിറ്റലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിലെന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും ഇതിപ്പോൾ
അണ്ടർ ഗ്രൂപ്പ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും നമുക്കവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൾട്ടർ ഓപ്ഷനും ലെഡ്ജർ മെനുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ലെഡ്ജർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സിംഗിൾ ലെഡ്ജർ ഓപ്ഷനുമുണ്ട്, മൾട്ടിപ്പിൾ ലെഡ്ജർ ഓപ്ഷനുമുണ്ട്. ദെൻ മൾട്ടിപ്പിൾ ലെഡ്ജർ ഓപ്ഷൻസിൽ ക്രിയേറ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ.